നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ഏകപ്രതിയായ ജി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. കൊല്ലം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് വിധി പ്രസ്താവിച്ചത്. വധശിക്ഷ ഉൾപ്പെടെയുള്ള പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം നിലനിൽക്കെ ശിക്ഷാവിധി മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. കൊലപാതകം ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ചുമത്തിയ പ്രധാന വകുപ്പുകളെല്ലാം കോടതി ശരിവെച്ചു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. മദ്യലഹരിയിലായിരുന്ന പ്രതിക്ക് താൻ ചെയ്യുന്നത് എന്താണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. ശാസ്ത്രീയ തെളിവുകളും ഡോക്ടർമാരുടെ മൊഴികളും പ്രതിക്ക് അനുകൂലമായ മെഡിക്കൽ വാദങ്ങളെ പൊളിച്ചൊടുക്കി. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന പ്രോസിക്യൂഷൻ നിലപാട് ശിക്ഷാവിധിയിൽ നിർണായകമാകും. കോടതി വിധി കേൾക്കാൻ വന്ദനയുടെ മാതാപിതാക്കളായ KG മോഹൻദാസും വസന്തകുമാരിയും കോടതിയിൽ എത്തിയിരുന്നു. പ്രോസിക്യൂഷൻ വാദങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്ന് അവർ പറഞ്ഞു. മകൾക്ക് നീതി കിട്ടണമെന്ന് പ്രതീക്ഷയുണ്ട്. പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി. എന്നാൽ മറ്റന്നാൾ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ നീതി ലഭിച്ചോ എന്ന് പറയാൻ കഴിയൂ എന്നും വിധിപ്പിക്കൊണ്ട് അവർ പ്രതികരിച്ചു. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന അതിക്രൂരമായ കൊലപാതകത്തിൽ 26 മുറിവുകളാണ് വന്ദനയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. സർജിക്കൽ കത്രിക ഉപയോഗിച്ച് വന്ദനയെ പിന്തുടർന്ന് കുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള CCTV രേഖകൾ കേസിലെ അതിശക്തമായ തെളിവുകളായി. 1000 പേജുള്ള കുറ്റപത്രവും 70ഓളം സാക്ഷികളുടെ മൊഴികളും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം തന്നെ അടച്ചിരുന്നു. മറ്റന്നാൾ പ്രഖ്യാപിക്കുന്ന വിധിയിൽ സന്ദീപിന് തൂക്കുമരം ലഭിക്കുമോ അതോ ജീവപര്യന്തം തടവാണോ എന്നത് ഉറ്റുനോക്കുകയാണ് കേരളം. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ ഈ വിധി ഒരു നാഴികക്കല്ലാകുമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ തന്നെ സന്ദീപ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. ഇയാളുടെ ഈ സ്വഭാവ ദൂഷ്യം കാരണം തന്നെ മദ്യപിക്കുന്ന, സ്വത്തുക്കളെല്ലാം വിറ്റുതൊലയ്ക്കുന്ന ഒരു മദ്യപാനിയായിട്ടുള്ള ഈ സന്ദീപിന്റെ കുടുംബജീവിതവും ആകപ്പാടെ തകർന്ന് തരിപ്പണമായതായിരുന്നു. ഇയാൾ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് പോലീസ് മെഡിക്കലിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴാണ് ഇയാൾ വയലന്റായി അവിടെ ഉണ്ടായിരുന്ന ഹൗസ് സർജൻ ആയിട്ടുള്ള ഡോക്ടർ വന്ദനയെ കുത്തി പരിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞത്. നെഞ്ചത്ത് ഇരുന്നു കൊണ്ടാണ് ഇയാൾ ഡോക്ടർ വന്ദനയെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നത് ദൃശ്യങ്ങൾ അടക്കമുള്ളവ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളിലെല്ലാം തന്നെ വന്ദനയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായ വന്ദന മികച്ച രീതിയിൽ പഠനം പൂർത്തീകരിച്ച് ഒരു ഡോക്ടറായി മാറാനുള്ള കാത്തിരിപ്പായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത്. ആ മരണശേഷം അച്ഛനും അമ്മയും വന്ദന അത്രയും നാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന മുറി ഒരു മ്യൂസിയം പോലെ ആക്കി മാറ്റിയിരുന്നു. അതുമാത്രവുമല്ല, ഡോക്ടർ വന്ദനാദാസ് എന്ന പേര് ആ ഒരു വീടിന് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു കുടീരം അവിടെ നിർമ്മിച്ചു വീടിന് മുറ്റത്ത്. അവരുടെ പേരിൽ ഒരുപാട് ചാരിറ്റി അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും അച്ഛനും അമ്മയെ സൂചിപ്പിച്ചതുപോലെ മറ്റന്നാൾ വരുന്ന വിധിയായിരിക്കും ഇവർക്ക് പൂർണ്ണമായി നീതി ലഭിച്ചോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് അറിയാൻ സാധിക്കുന്നത്.